മഞ്ചേശ്വരം ആർക്ക് തീപാറും പോരാട്ടമാണ് മഞ്ചേശ്വരത്ത്. ഞെട്ടിക്കുന്ന നടുക്കുന്ന രണ്ട് സർവേ ഫലം വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരാണ് മഞ്ചേശ്വരത്ത് ജയിക്കുക എന്ന് ക്ലിയറായി കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ സ്വന്തം മണ്ഡലമാണ് മഞ്ചേശ്വരം. അതുകൊണ്ട് ഇന്നലെ തൊട്ട് ഇഷ്ടം പോലെ മെസ്സേജും കോൾ വിളിയുമാണ്. ആദ്യം തന്നെ പ്രേക്ഷകരോട് ഒരു സോറി ചോദിക്കാം. കുറേ പേർക്ക് റീപ്ലൈ തരാൻ പറ്റിയിട്ടില്ല, കാരണം തിരക്കാണ്. ചിലർക്ക് ഞാൻ റീപ്ലൈ അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കുമുള്ള ഒരു റീപ്ലൈയും കൂടിയാണ് ഈ ഒരു വീഡിയോ. നടുക്കുന്ന സർവേ ഫലമാണ്. സർവേ ഫലത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് എങ്ങനെയാണ് ഈ ഒരു സർവേ റെഡിയാക്കിയതെന്ന് ഞാൻ പറയാം. ഇല്ലെങ്കിൽ എൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് ചിലർ കമൻ്റ് ഇടും. അവരോട് ആദ്യം ഒരു കാര്യം പറയാം. എൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മക്കും വിളിക്കും. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ടാക്കും സർവേ ഫലമാണ്. പ്രത്യേകിച്ച് UDF സപ്പോർട്ടോ CPM സപ്പോർട്ടോ BJP സപ്പോർട്ടോ അങ്ങനെയൊന്നുമില്ല. ഇനി ഈ വരുന്ന 1.5 മാസം ഇലക്ഷന് വരെ നമ്മൾ മിഡലിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇന്ന പാർട്ടിക്ക് ഒരു പാർട്ടിക്കും നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നില്ല. ജനങ്ങൾ ആർക്കൊപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ സർവേ റെഡിയാക്കിയ രീതി എന്ന് പറയുന്നത് വാട്സപ്പിലൂടെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. നിങ്ങൾ ആർക്കാണ് മഞ്ചേശ്വരത്ത് വോട്ടിടുന്നത്? BJPക്കാണോ, LDF UDF അങ്ങനെ എൻ്റെ സ്വന്തം മണ്ഡലക്കാരായ മഞ്ചേശ്വരക്കാർ വോട്ടിട്ട് റെഡിയാക്കിയെടുത്ത ഒരു സർവേയാണ്. അതിനുശേഷം നമ്മൾ രണ്ടാമത് സർവേ റെഡിയാക്കിയത് ഇവിടുത്തെ സാധാരണക്കാരോട് നമ്മൾ ചോദിച്ചു. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ റെഡിയാക്കിയ സർവേ ഫലമാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കുറേ പ്രേക്ഷകർ കമൻ്റ് ഇട്ടത് എന്താണ് ഈ ഒരു 5 വർഷം കൊണ്ട് AKM അഷ്റഫ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അത് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയാം. AKM അഷ്റഫ് ഈ 5 വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ ചിലവാക്കിയത് MLA ഫണ്ടിൽ നിന്ന് പൈസ ചിലവാക്കിയത് പിഞ്ചോമന സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇഷ്ടം പോലെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഏതൊക്കെ സ്കൂളുകളുണ്ട്? GHHS പൈവളിക്കനഗർ സ്കൂള്, GHHS ഉപ്പള, GHHS മൊഗരാൾ, എല്ലാ സ്കൂളിലേക്കും സിരിയ ഉൾപ്പെടുന്ന എല്ലാ സ്കൂളിലേക്കും പുതിയ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ AKM അഷ്റഫ് പൈസ ചിലവാക്കിയിട്ടുണ്ട് എന്ന മർമ്മമായ സത്യമാണ്. പൊന്നു പ്രേക്ഷകരെ, അതിനുശേഷം ഇദ്ദേഹം നല്ലൊരു ജനകീയനായിരുന്നു. ഓക്കെ, അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജാതി മത ഭേദമില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് സൈഡിൽ കാണും. അതായത് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ചിട്ട് ജാതി മതം അങ്ങനെ ഒന്നുമില്ല. ആര് എവിടെ വിളിച്ചാലും ഓടിയെത്തും ഇദ്ദേഹം. ഇപ്പം എൻ്റെ ഒരു കല്യാണം ഉണ്ട്, AKM അഷ്റഫ് സാറേ ഒന്ന് വരണം. സാറെന്നല്ല, അഷ്റഫ് ച്ചാ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഒന്ന് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ബിസി അല്ലെങ്കിൽ അദ്ദേഹം ഓടിയെത്തും. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ഇല്ലെങ്കിൽ ഇത് പൈസ ഉള്ളവൻ്റെ കല്യാണം അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവൻ്റെ കല്യാണം അങ്ങനെയൊന്നും നോക്കൂല. അദ്ദേഹത്തെ നമ്മൾ വിളിച്ചാൽ ഇപ്പം കല്യാണം എന്നല്ല, വീട്ടിൽ ചെറിയൊരു പ്രോഗ്രാമിനായാലും അദ്ദേഹം ഓടിയെത്തും. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ അമ്പലത്തിൽ എന്തെങ്കിലും ഉത്സവം നടക്കുന്നുണ്ടെങ്കിലും, പള്ളിയിൽ ഉത്സവം നടക്കുന്നുണ്ടെങ്കിലും, ചർച്ചിൽ ഉത്സവം നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഓടിയെത്തും. ഇത് ഞാൻ അദ്ദേഹത്തെ പൊക്കി പറയുന്ന ഒന്നുമല്ല. അദ്ദേഹം ചെയ്ത നല്ല കാര്യം നമ്മൾ വിളിച്ച് പറയും. ഇപ്പം നാളുകളിൽ LDFൻ്റെ ഏതെങ്കിലും MLA അല്ലെങ്കിൽ ഇതേ പറയുന്ന K സുരേന്ദ്രൻ മഞ്ചേശ്വരം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നല്ലത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ ഫൈൻ, നമ്മൾ വീഡിയോ ചെയ്യും. ഓക്കെ, ഇപ്പോൾ AKM അഷ്റഫ് ചെയ്ത നല്ല കാര്യമാണ്. ഓക്കെ, പിന്നെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം മഞ്ചേശ്വരം കുമ്പള ടോൾ ഗേറ്റാണ്. ഇദ്ദേഹം MLA ആയതുകൊണ്ട് മാത്രം കുമ്പളക്കാർ രക്ഷപ്പെട്ടു. കുമ്പളക്കാർ എന്നല്ല, ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് വെറുതെ ഞാനൊന്ന് എൻ്റെ മണ്ഡലത്തിൽ നിന്ന് മഞ്ചേശ്വരത്തിൽ നിന്ന്, എൻ്റെ വീട് പൈവളികയിലാണ്, പൈവളികയിൽ നിന്ന് ഒന്ന് കാസർഗോഡിലേക്ക് പോകണമെങ്കിൽ വെറുതെ 200 രൂപ ഈ പറയുന്ന ടോളിലേക്ക് ഞാൻ കൊടുക്കണമായിരുന്നു. നോക്കൂ നിങ്ങൾ, എന്തൊരു ഭ്രാന്താണ്. വെറുതെ ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾ കാസർഗോഡിലേക്ക് പോകുന്നത് ഒരു ദിവസം ഒരു പക്ഷേ 2-3 തവണ പോവും. അങ്ങനെ ഈ ഒരു കാറിൽ പോകണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്നത് 800-ഉം 900-ഉം അതായത് 900 രൂപയാണ്. ഞാൻ എവിടെ നിന്നാണ് ഈ പൈസ കൊടുക്കുന്നത്? അതൊക്കെ നമ്മുടെ AKM അഷ്റഫ് സമരം ചെയ്തിട്ടാണ് അതിനൊക്കെ പിൻവലിച്ചത്. അതൊക്കെ വലിയ ഈ ഒരു സർവേ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് അശ്വിനി, BJPയുടെ ഏറ്റവും നല്ല വലിയൊരു വനിതാ നേതാവാണ് അശ്വിനി. അശ്വിനി വന്നിട്ട്, അതായത് മഞ്ചേശ്വരത്തിൻ്റെ കുർണപ്പതാവ് കൊമ്മങ്കള സൈഡിൽ AKM അഷ്റഫ് റോഡ് നിർമ്മിച്ച് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്കുള്ള ഒരു മറുപടിയും കൂടി കൊടുത്തിട്ട് ഞാൻ ബാക്കി സർവേ വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, ಇವತ್ತು ನಾವು ನಿಂತಿರುವಂಥ ಸ್ಥಳ ಕುರುಡಪದವು ಚಿಪ್ಪಾರ್ ಲಾಲ್ಬಾಗ್ ಆಗಿ ಉಪ್ಪಳಕ್ಕೆ ಕನೆಕ್ಟ್ ಆಗುವಂಥ ಒಂದು ರೋಡ್ನಲ್ಲಿ ಈ ರೋಡ್ ನೋಡುವಾಗ ಕೆಲಸ ಆಗ್ತಾ ಇದೆಯೋ ಇಲ್ವೋ ಅಂತ ಹೇಳುವಂತಹ ಒಂದು ಸಂಶಯ ಹುಡ್ತಾ ಇರುವಂಥದ್ದು.
ಯಾಕೆ ಅಂತ ಹೇಳಿದ್ರೆ ಈ ರೋಡಿನ ಒಂದು ಕಾಂಟ್ರಾಕ್ಟ್ ತಗೊಂಡು ಸುಮಾರು ಈಗಾಗಲೇ 1.5 ವರ್ಷ ಕಳೀತು. ಅಪ್ರಾಕ್ಸಿಮೇಟ್ ಅಂತ ಹೇಳಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ 2 ವರ್ಷ ಅಂತ ಹೇಳ್ಬೋದು ನಮಗೆ. ಸೊ ಈ ಒಂದು 3.4 ಕಿಲೋಮೀಟರ್ ರೋಡನ್ನ ಕಂಪ್ಲೀಟ್ ಮಾಡಲಿಕ್ಕೆ ಯಾಕೆ ಇಷ್ಟು ವರ್ಷ തകൊണ്ടിದ್ದಾರೆ ಅಂತ ಹೇಳಿ ನಮಗೆ ಗೊತ್ತಾಗ್ತಾ ಇಲ್ಲ. എന്റെ പൊന്നു BJP നേതാവായ അശ്വിനിയോട് ഒരു കാര്യം പറയുകയാണ്. ഈ വീഡിയോ കാണുന്ന പൊന്നു പ്രേക്ഷകരെ, അശ്വിനി പറഞ്ഞത് ഇവിടെ റോഡിന്റെ പണി AKM അഷ്റഫ് ചെയ്യുന്നില്ല, AKM അഷ്റഫ് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു വലിയൊരു വീഡിയോ ഈ പറയുന്ന അശ്വിനി പുറത്തുവിട്ടത്. ആ പൊന്നു അശ്വിനി മേഡത്തോട് ഒരു കാര്യം പറയുകയാണ്. പൊന്നു മേഡമേ, ഈ വീഡിയോ നമ്മൾ ഈ ഒരു ഫോട്ടോ ഈ ഒരു റോഡ് നമ്മൾ സൂം ചെയ്താൽ അവിടെ ഡാമാറിട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ AKM അഷ്റഫ് തിരിഞ്ഞു നോക്കാത്തൊരു മണ്ഡലമാണെങ്കിൽ AKM അഷ്റഫ് ആ റോഡ് നിർമ്മിച്ചു തരാൻ AKM അഷ്റഫിന് ഉദ്ദേശമില്ല എങ്കിൽ എന്തിനാണ് എൻ്റെ പൊന്നു അശ്വിനി മേഡമേ അവിടെ ഈ പറയുന്ന ഡാമാറിടുന്നത്? അതിൻ്റെ അർത്ഥം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ പൊന്നു മേഡമേ, എൻ്റെ പൊന്നാര മേഡമേ, നിങ്ങൾ പണിയൊന്നും നടക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോയിട്ട് AKM അഷ്റഫ് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, അത് ശരിയാണ്. ഇവിടെ പണി നടക്കുന്നുണ്ട്, ഡാമാറ്. നമ്മളൊന്നും ദൈവം നമ്പുരാനൊന്നും അല്ലല്ലോ, മനുഷ്യന്മാരല്ലേ, ഉപ്പ് തിന്ന മനുഷ്യന്മാരല്ലേ. ചിലപ്പോൾ ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും മനുഷ്യന്മാരല്ലേ. എൻ്റെ പൊന്നു പ്രേക്ഷകർ, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ആരുടെയോ കയ്യിൽ നിന്ന് ഒരു 50,000 രൂപ കടം മേടിച്ചാൽ കൊടുക്കണം, അത് വേറെ സംഗതിയാണ്. പക്ഷെ നിങ്ങൾ ഇന്ന തീയതിയിൽ തരാമെന്ന് പറയുമ്പോൾ 2-3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആവൂലേ. ഞാനിവിടെ AKM അഷ്റഫിനെ വെളുപ്പിക്കുന്നതല്ല. പൊന്നു പ്രേക്ഷകരെ, ഈ അശ്വിന് പറയുന്നുണ്ട് AKM അഷ്റഫ് തിരിഞ്ഞു നോക്കുന്നില്ല, റോഡിന്റെ അവസ്ഥ ഗുരുതരമാണെന്നൊക്കെയാണ് ഈ പറയുന്ന അശ്വിന് പറയുന്നത്. പൊന്നു അശ്വിനി മാഡം, ഇവിടെ അതായത് പണി നടക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അത് കോൺട്രാക്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ AKM അഷ്റഫ് ഒരു ഇതുമില്ല, കോൺട്രാക്ടറുടെ കയ്യിലാണുള്ളത്. അയാൾ എത്രയും പെട്ടെന്ന് പണി തീർത്താൽ തീർന്നു പണി. അപ്പോൾ നമുക്ക് എന്തായാലും അശ്വിനിക്ക് മറ്റൊരു മറുപടിയും കൂടി കൊടുത്തിട്ട് നമ്മൾ ബാക്കി ವಿಷಯത്തിലേക്ക് കടക്കാം. ಓಕೆ, ಅದಕ್ಕೆ ಉತ್ತರ ಈ ಕಾಂಟ್ರಾಕ್ಟರ್ ನಮಗೆ ಕೊಡಬೇಕಾಗಿರುವಂಥದ್ದು. ನಾವು ಅಲ್ಲಿಂದ ಮೇಲಿಂದ ಕೆಳಗೆ ತನಕ ಬರುವಾಗ ಒಂದು ಸಮಾನವಾದಂತಹ ರೋಡಿನ ಕೆಲಸ ಕಂಪ್ಲೀಟ್ ಆಗಲಿಲ್ಲ. ಅಲ್ಲಲ್ಲಿ ಜಲ್ಲಿ ಕಲ್ಲುಗಳು, ಅಲ್ಲಲ್ಲಿ ಮಡ್ ರೋಡ್ಗಳು, ಅದೇ ರೀತಿ ಡ್ರೈನೇಜ್ನ ಕೆಲಸಗಳು ಬಾಕಿ ಆಗಿರುವಂಥದ್ದು. ಮತ್ತೆ ನಾವು ಕಾಣುವಂತಹ ಎಲೆಕ್ಟ್ರಿಕಲ್ ಪೋಸ್ಟಿನ ಕೆಲಸಗಳು. ಆ ಎಲೆಕ್ಟ್ರಿಕಲ್ ಪೋಸ್ಟ್ ಈ ಒಂದು 3.4 ಕಿಲೋಮೀಟರ್ಗೆ ಸುಮಾರು ಒಂದು ಸರಾಸರಿ ಅಂತ ಹೇಳಿದ್ರೆ ಒಂದು 28ರಿಂದ 30 ಪೋಸ್ಟ್ಗಳು ಇಲ್ಲಿ ಇನ್ಸ್ಟಾಲೇಷನ್ ಮಾಡ್ಲಿಕ್ಕೆ ಉಂಟು, ಚೇಂಜ್ ಮಾಡಿ. ಸೊ ಒಂದು 10 ದಿವಸ ತಗೊಂಡು ಬರೀ 6 ಎಲೆಕ್ಟ್ರಿಕಲ್ ಪೋಸ್ಟ್ ಕೂಡ ಅವರಿಗೆ ಕರೆಕ್ಟ್ ಆಗಿ ಇನ್ಸ್ಟಾಲ್ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗಲಿಲ್ಲ. പൊന്നു അശ്വിനി മേഡത്തോട് ഞാനൊരു കാര്യം പറയാം. അശ്വിനി മേഡമേ, നിങ്ങൾ വലിയൊരു നേതാവാണ്, നിങ്ങൾ വലിയൊരു യുവ നേതാവാണ്. അപ്പോൾ നമുക്കൊക്കെ പറയാൻ പറ്റും അശ്വിനി മേഡമേ, എൻ്റെ പൊന്നു അശ്വിനി മേഡമേ, പണിയെടുക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു കഷ്ടപ്പാട്. ഇപ്പോൾ അശ്വിനി മേഡം പറയുന്നത് ഒരു ദിവസം 6 പോസ്റ്റ് ഈസിയായി ഇടാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എൻ്റെ പൊന്നു അശ്വിനി മേഡം, പണിയെടുക്കുന്നവർക്കറിയും. ഞാനൊക്കെ ഇഷ്ടം പോലെ ചെറുപ്പകാലത്ത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ശനിയും ഞായറും പണിക്ക് പോയിക്കൊണ്ടിരുന്ന ചെറുപ്പത്തിൽ, അപ്പോൾ നല്ല വേർക്കുന്നുണ്ട് പണിയെടുക്കുമ്പോൾ. നമുക്ക് പറയാൻ പറ്റും ഒരു 2 മണിക്കൂർ കൊണ്ട് ഇന്ന പണി എടുത്ത് തീർക്കാം. പക്ഷേ എടുത്തവർക്കേ അറിയും. അപ്പോൾ ഞാൻ പൊന്നു മേഡത്തോട് ഒരു കാര്യം, മേഡം പറഞ്ഞതൊക്കെ ശരിയാണ്. മേഡം പറയുന്നത് ജെല്ലാണ് അതായത് പോവാനും വരാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്, കുറേ ഡീസൽ വേണ്ടി വരുന്നുണ്ട്, വണ്ടി പൊടി ആവുന്നുണ്ട്, റോഡിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമെന്നാണ് നമ്മുടെ മേഡം പറയുന്നത്. ഓക്കെ, മേഡം പറയുന്നതൊക്കെ ശരി തന്നെയാണ്, തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പൊന്നു മേഡം, അവിടെ പണി തുടങ്ങിയിട്ടുണ്ടല്ലോ, പണി തീരും മേഡം. അതായത് AKM അഷ്റഫിനെ കുറിച്ചിട്ട് നിങ്ങൾ മഞ്ചേശ്വരത്ത് എവിടെ പോയി ചോദിച്ചാലും അദ്ദേഹം ജനകീയനാണ്, നല്ലവനാണെന്ന് പറയുന്നു. അതുകൊണ്ട് അശ്വിനി മാഡത്തിന് വേറൊന്നും കിട്ടിയിട്ടില്ല. അശ്വിനി മാഡം ഈ ഒരു റോഡിനെയും കൊണ്ട്, പണിയെടുക്കുന്ന റോഡിനെയും കൊണ്ടാണ് വന്നത്. വളരെ വളരെ മോശമെന്നേ അശ്വിനി മാഡത്തോട് ഞാൻ പറയാം. ഓക്കെ, അശ്വിനി മാഡം പറയുന്ന അടുത്തൊരു ക്ലിപ്പും കൂടിയുണ്ട്, വെക്കണോ ഞാൻ? നിങ്ങൾക്ക് ബോറാവുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കണേ, സർവേ ഫലത്തിലേക്കൊക്കെ വരാം. അശ്വിനി മാഡം ബാക്കിയും കൂടി പറയും. നമുക്ക് മൊത്തത്തിൽ അങ്ങ് എല്ലാത്തിനും മറുപടി കൊടുത്തിട്ട് കിടക്കാം. ഓക്കെ, ಈ ಕೆಲಸಗಳು, ಈ ರೋಡಿನ ಕೆಲಸಗಳು ಅಂದ್ರೆ ರೋಡನ್ನ ಡಿಗ್ ಮಾಡಿ ಇಲ್ಲಿ ಜನಸಾಮಾನ್ಯರಿಗೆ ಓಡಾಟ ಆಗದೆ ಸುಮಾರು ಒಂದು ಸರಾಸರಿ 2.5ರಿಂದ 3 ತಿಂಗಳಾಯ್ತು. ಈಗ ಪರೀಕ್ಷೆ ಸಮಯ, ಮಕ್ಕಳು ಯಾವ ರೀತಿ ಕಾಲೇಜಿಗೆ ಹೋಗಬೇಕು, ಸ್ಕೂಲಿಗೆ ಹೋಗಬೇಕು. ಅದಲ್ಲದೆ ಇಲ್ಲಿ ವಿದ್ಯುತ್ನ ಕೆಲಸ ನಡೆಯುವ ಸಂದರ್ಭದಲ್ಲಿ ಹೋಲ್ ಡೇ ಇಲ್ಲಿ ಕರೆಂಟ್ ಕಟ್ ಆಗ್ತಾ ಇರುವಂತದ್ದು. ಇಲ್ಲೆಲ್ಲರೂ ಕೂಡ ಕೃಷಿಯನ್ನ ಅವಲಂಬಿಸಿಕೊಂಡು ಜೀವನ ಮಾಡ್ತಾ ಇರುವಂತಹ ಕೃಷಿಕರಿರುವಂತವರು. ಆ ಕೃಷಿಕರಿಗೆ ಕರೆಂಟೇ ಮೂಲ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ನೀರು ಹಾಕಬೇಕು ಅಂತ ಹೇಳಿ ಕರೆಂಟ್ ಬೇಕು. ಕರೆಂಟ್ ಇಲ್ಲದೆ ನೀರು ಹಾಕ್ಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಇಷ್ಟು ಬಿಸಿಯಲ್ಲಿ ಬೇಯ್ತಾ ಇರುವಂತ ಸಂದರ್ಭದಲ್ಲಿ ಆ ಗಿಡಗಳಿಗೆ ನೀರು ಹಾಕದಿದ್ರೆ ಕೃಷಿ ನಾಶ ಆಗ್ತದೆ.
ಕೃಷಿ ನಾಶ ಆಗ್ತದೆ, ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಇಲ್ಲಿ ಕಷ್ಟ ಆಗ್ತಾ ಇರುವಂಥದ್ದು, ಜನಸಾಮಾನ್ಯರು ಇಲ್ಲಿ ಓಡಾಟ ಮಾಡಲಿಕ್ಕೆ ಆಗೋದಂಥ ಪರಿಸ್ಥಿತಿ. ಮೊದಲು 50 ರೂಪಾಯಿ ತಗೊಳ್ತಾ ಇರುವಂಥ ರಿಕ್ಷಾ ಡ್ರೈವರು ಈಗ ಅದನ್ನು 150 ರೂಪಾಯಿ ತನಕ ತಗೊಳ್ತಾ ಇದ್ದಾರೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಅವ್ರಿಗೂ ಕೂಡ ಮೇಂಟೆನೆನ್ಸ್ ಬರುತ್ತೆ, ಟೈರ್ ಹೋಗ್ತಾ ಉಂಟು ಅಥವಾ ಪೆಟ್ರೋಲ್ ಖರ್ಚು ಜಾಸ್ತಿ ಆಗ್ತಾ ಉಂಟು. ಈಗ ಇಲ್ಲಿ ಓಡಾಡ್ತಾ ಮಾಡ್ತಾ ಇರುವಂಥ ಒಂದು ಲೋಕಲ್ ಬಸ್ಸು ಇನ್ನೇನು ಈ ತಿಂಗಳ ಕೊನೆಯಲ್ಲಿ ನಿಲ್ಲಿಸ್ತಾರೆ ಅಂತ ಹೇಳುವಂಥದ್ದು ಕೂಡ ಸುದ್ದಿ ಇರುವಂಥದ್ದು. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಅವ್ರಿಗೆ ದಿನಕ್ಕೆ 4 ರಿಂದ 5 ಲೀಟರ್ ಹೆಚ್ಚಿಗೆ ಡೀಸೆಲ್ ಹೋಗ್ತಾ ಇದೆ. ഓക്കെ, അശ്വിനി മാഡത്തോട് ഒരു കാര്യം പറയാം. എൻ്റെ പൊന്നു മാഡമേ, നിങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നത്. ഞാൻ നാട്ടുകാരനാണ്, എനിക്ക് ഈ നാടിനെ കുറിച്ച് ക്ലിയറായി കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പൊന്നു അശ്വിനി മാഡത്തോട് ഒരു കാര്യം പറയുകയാണ്. അശ്വിനി മാഡം ഇവിടെ ഇപ്പൊ പറഞ്ഞത് സ്കൂൾ പിള്ളേർക്ക് സ്കൂളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്, കൃഷിയാണ് ഭയങ്കര, അതായത് റോഡ് ശരിയില്ലാത്തത് കൊണ്ട് കൃഷിക്കാർക്ക് വെള്ളമിടാനടക്കം വരാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്, ബസ്സിനൊക്കെ വലിയ ബുദ്ധിമുട്ടെന്നാണ് ഈ പൊന്നു മാഡം പറഞ്ഞത്. പൊന്നാര മാഡമേ, അതുള്ളത് കൊമ്മങ്കള സൈഡിലാണ്. എൻ്റെ ഈ വീഡിയോ നാട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം. ആ വഴിയിലായിട്ട് സ്കൂളിലേക്ക് പോകുന്ന 10 വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ വിമർശിക്കുന്നതല്ല. എൻ്റെ പൊന്നാര മാഡമേ, ഒന്നാമത് ആ സൈഡിൽ വീടുകളില്ല. നിങ്ങളൊന്ന് പോയി നോക്കിയാൽ വെള്ളി വിളിക്കാൻ ഞാൻ ഈ കാറിൽ എൻ്റെ പെട്രോൾ നിങ്ങൾ ഇരുന്നാൽ മതി സൈഡിൽ, ഞാൻ കൊണ്ടുപോകാൻ പൊന്നു മാഡമേ, നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അവിടെ ഒരു 10 വീടുണ്ട് ആ റോട്ടിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു പ്രേക്ഷകരെ, ആ നാട്ടിൽ ഒന്നാമത് കുർഡപ്പതാവ് എത്തണം 4 വീട് കാണണമെങ്കിൽ. കുർഡപ്പതാവിൽ അത്യാവശ്യം റോഡുണ്ട്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വെറുതെ പറയുകയാണ് ഈ പൊന്നു മാഡം. അതായത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ആ സൈഡിൽ ഒന്നാമത് സ്കൂളേ ഇല്ല. സ്കൂളിലൊന്ന് GHS പൈവളിക്ക നഗർ ഇവിടെ ഈ വഴിയില്ല, കുർഡപ്പതാവ് വഴിയായിട്ടാണ് ഞങ്ങളിപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത്. കുർഡപ്പതാവ് സ്കൂളുണ്ട്, അവിടെ നല്ല റോഡുണ്ട്. അപ്പോൾ ഞാൻ പൊന്നു മാഡത്തോട് പറഞ്ഞത്, പൊന്നാര മാഡമേ, നിങ്ങൾ നാടിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ഓക്കെ, പക്ഷെ അവിടെ പൊന്നു മാഡം അവിടെ പണിയെടുക്കുന്നുണ്ട്, നിങ്ങൾ അതെന്തുകൊണ്ട് കാണുന്നില്ല? ജെല്ലും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്, ഓൾറെഡി സെറ്റാണ്, പണിയെടുക്കുന്നുണ്ട്, കോൺട്രാക്ട് പൈസ ഒക്കെ പാസ്സായതല്ലേ. അപ്പോൾ പൊന്നു മാഡത്തിന് നമ്മുടെ AK അഷ്റഫിനെ വിമർശിക്കാനായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പൊന്നാര മാഡം പണിയെടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് വീഡിയോ ഇട്ടതെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന നടുക്കുന്ന ആ ഒരു സർവേ ഫലം ഒന്ന് നോക്കാം പൊന്നു പ്രേക്ഷകരെ. അപ്പോൾ നമുക്ക് നടുക്കുന്ന സർവേ ഫലത്തിലേക്കൊന്ന് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PV അബ്ദുൾ റസാഖിൻ്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന K സുരേന്ദ്രൻ എങ്ങനെയെങ്കിലും മഞ്ചേശ്വരം മണ്ഡലം സ്വന്തമാക്കേണ്ടതായിരുന്നു. 89 വോട്ടിനായിരുന്നു അന്ന് K സുരേന്ദ്രൻ തോറ്റത്. K സുരേന്ദ്രൻ കേസിനും കാര്യത്തിലൊക്കെ പോയി. K സുരേന്ദ്രൻ്റെ വലിയൊരു പ്ലസ് പോയിന്റ് ഒന്ന് ഞാൻ പറയാം. അത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം PV അബ്ദുൾ റസാഖിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് മറ്റേ കള്ള വോട്ടിലാണ് ജയിച്ചതെന്നൊക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹം മരിച്ച സമയത്ത്, PV അബ്ദുൾ റസാഖ് മരിച്ച സമയത്ത് K സുരേന്ദ്രൻ പറയുകയാണ്, മരിച്ചു പോയല്ലോ, ഇനി പിണങ്ങിയിട്ട് കാര്യമില്ല, കേസിൽ നിന്ന് ഞാൻ പിന്മാറുന്നു. അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തനം നമ്മൾ എന്തായാലും പറയണമല്ലോ. അതിനുശേഷം മഞ്ചേശ്വരത്ത് നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ T20 കളിക്കുന്ന പോലെയാണ്, ഭയങ്കര ഫൈറ്റാണ്. അത്രയും ഫൈറ്റാണ്, ആര് ജയിക്കുമെന്നറിയാതെ മാറി മറിയുന്ന ഒരു പ്രത്യേകം ഒരു മണ്ഡലമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ AK അഷ്റഫ് ജയിച്ചത് വെറും 745 വോട്ടാണ്. ഞാനൊരു വോട്ടിൻ്റെ റിസൾട്ടും കൂടി വെച്ച് തരാം. അതായത് AK അഷ്റഫിന് 65,758 വോട്ട് കിട്ടുമ്പോൾ സുരേന്ദ്രന് AK അഷ്റഫിന് 65,758 വോട്ട് കിട്ടുമ്പോൾ K സുരേന്ദ്രന് 65,013 വോട്ടാണ്. രമേശൻ LDFന് 40,000 വോട്ടാണ്. പൊന്നുപ്രേക്ഷകരെ, സർവേ ഫലം പറയുന്നത് മഞ്ചേശ്വരത്ത് ഏറ്റവും കൂടുതൽ വിവാദമാവുന്ന ഒരു പഞ്ചായത്താണ് പൈവളിക പഞ്ചായത്ത്. ഈ പൈവളിക പഞ്ചായത്തിൽ UDFും LDFും മറ്റേ പാമ്പും കിരിയും ഉള്ളതുപോലെയാണ്, ശത്രുക്കളാണ്. അപ്പോൾ ഒരുപക്ഷെ LDF BJPക്ക് വോട്ട് മറിക്കുന്നൊക്കെ ഞാൻ പറയുന്നില്ല. ഒരിക്കലും LDF അങ്ങനെ ചെയ്യൂല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം അവർ എങ്ങനെയെങ്കിലും ശക്തി കൂട്ടാനേ നോക്കത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, LDF എങ്ങാനും അവരുടെ വോട്ട് BJPക്ക് മറിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ മണ്ഡലം K സുരേന്ദ്രൻ ജയിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ സർവേ ഫലത്തിൽ നമുക്ക് കിട്ടുന്ന വിവരം 119 വോട്ടിന് AK അഷ്റഫ് ജയിക്കാനാണ് സാധ്യത. ഏകദേശം ഒരു 119 വോട്ടിന് ജയിക്കുമെന്നാണ് ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും സർവേ അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് AK അഷ്റഫ് തന്നെ ജയിക്കുമെന്നാണ്. നിങ്ങൾ ഓരോ ഫോട്ടോ കാണണം, അതായത് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, അദ്ദേഹം ജനകീയനാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും ലിങ്കിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ചെറിയ ഭൂരിപക്ഷത്തിൽ AK അഷ്റഫ് ജയിക്കും. CPMൻ്റെ കയ്യിലാണ് ഇനി കളിയുള്ളത്. CPM എങ്ങാലും വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ അവിടെ AK അഷ്റഫിന് ജയസാധ്യത ഇല്ല. പക്ഷേ നിലവിലെ ട്രെൻഡ് അനുസരിച്ച് LDFകാർ CPMന് തന്നെ വോട്ടിട്ടാൽ ഉറപ്പായിട്ടും അവിടെ AK അഷ്റഫ് ജയിക്കുമെന്ന നടുക്കുന്ന ഞെട്ടിക്കുന്ന സർവേയാണ് പുറത്തു വരുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി ഇടം വരാം. ഓക്കെ, ബൈ.